വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഈശോയുടെ തിരുമുഖത്തിൻ്റെ മുമ്പിലിരുന്ന് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുമുഖത്തെ കണ്ട് വിശ്വസിച്ച് സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങുവാനായിട്ട് പ്രവേശിക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, ആകയാൽ ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെ നമ്മുടെ ജീവിതം അനുദിനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളൊക്കെ പലരുടെയും വിധേയരായിട്ട്, ഓഫീസിലാണെങ്കിൽ സുപ്പീരിയർ ഓഫീസേഴ്സുകളുടെ ഒക്കെ വിധേയരായിട്ട് നമ്മൾ ജീവിക്കും, അല്ലേ? നമ്മുടെ വീട്ടിലാകുമ്പോൾ മാതാപിതാക്കൾക്ക്, അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ വിധേയരായിട്ട് നമ്മൾ ജീവിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും തീരുമാനങ്ങളും നമ്മൾ കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ. സ്നേഹം നിറഞ്ഞവരെ, നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മീയ മനുഷ്യനെ വളർത്തുന്നതിനെ പറ്റിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയം ആർക്ക് വിധേയരായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്? നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ആന്തരിക മനുഷ്യനെ, നമ്മുടെ ചിന്തകളെ ഒക്കെ നമ്മൾ ആർക്ക് വിധേയരാക്കിയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ ചിന്തകളെ ലോകത്തിന് വിധേയനാക്കിയാണോ ഞാൻ വെച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഞാൻ ലൗകികമായ കാര്യങ്ങളുടെ പിന്നാലെ പോവാനും അവിടെ സന്തോഷം കണ്ടെത്തുവാനും നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ നമ്മൾ ദൈവത്തിന് വചനം അനുസരിച്ച് ഈശോ പറയുകയാണ്, ദൈവത്തിന് വിധേയരായിരിക്കുവിൻ. നമ്മുടെ ഹൃദയം ഈശോയ്ക്ക് വിധേയരായിട്ടാണ് നമ്മൾ ക്രമീകരിക്കുന്നെങ്കിൽ എപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും ആഗ്രഹം? ദൈവത്തെ സ്നേഹിക്കാൻ, ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളുകൊണ്ട് ഈശോയെ സ്നേഹിക്കാൻ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകും. അപ്പോൾ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ എപ്പോഴും ദൈവത്തിന് വിധേയരായിരിക്കുവാൻ വേണ്ടി നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ ഒക്കെ വിട്ടുകൊടുക്കുക. ഈ കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ചിന്തകളെ, എൻ്റെ ഹൃദയങ്ങളെ, എൻ്റെ മനസ്സിനെ ഒക്കെ, പ്രവൃത്തികളെ, നോട്ടങ്ങളെ, ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ ഒക്കെ കർത്താവെ അങ്ങേക്ക് വിധേയമാക്കി വയ്ക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഗാനത്തിൻ്റെ ഈരോടെയോട് ചേർന്ന് ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ പാദേ സർവമർപ്പിച്ചേ
ഈ വചനം വായിച്ചപ്പോൾ ഈശോ പറഞ്ഞു കണ്ടോ, ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ. കേട്ടോ, പിശാചിനെ ചെറുത്ത് നിൽക്കുന്ന ഒരു കാര്യം ഈശോ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനെ വളർത്താൻ വേണ്ടി ഈശോ പറഞ്ഞു നൽകുകയാണ്, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ. അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പിശാചിൻ്റെ ചിന്തകളെ പറ്റി നമ്മൾ എപ്പോഴും, അവൻ്റെ പ്രവണതകളെ പറ്റി, അവൻ്റെ പ്രലോഭനങ്ങളെ പറ്റി എപ്പോഴും നമ്മൾ ബോധ്യത്തോടെ ഇരിക്കണം. നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചിന്ത, ആ ചിന്ത പിശാച് കൊണ്ടുതരുന്ന ചിന്തയാണോ എന്ന് നോക്കി ആണെങ്കിൽ എന്ത് ചെയ്യണം? ചെറുത്ത് നിൽക്കണം. ചെറുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ദൈവത്തിന് വിധേയരായിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ ചിന്തകളെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിധേയത്വം പ്രാപിച്ചു കഴിയുമ്പോൾ പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ, ചിന്തകൾ, അത് ശരിയല്ല, അത് പിശാച് തരുന്ന ചിന്തയാ, വിട്ടേക്കാം, ചെറുത്ത് നിൽക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു ചെറുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ അവൻ താനെ നമ്മളിൽ നിന്ന് ഓടി പോകും. എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യമില്ല എന്ന് പിശാച് പറഞ്ഞ് ഓടിപ്പോകും. സ്നേഹം നിറഞ്ഞവരെ, നാളത്തെ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും പിശാച് കൊണ്ടുതരുന്ന ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ, അങ്ങനെയുള്ള വാക്കുകൾ, പറയാനുള്ള വാക്കുകൾ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് ചേർത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം, പിശാചിനെ ചേർത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഈശോയ്ക്ക് വിധേയത്വം നമുക്ക് പ്രഖ്യാപിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.